ഈ ഇതിനെതിരെ എപ്പോഴാണ് ഇതിനൊരു അനീതി ഉണ്ടെന്ന് ബോധ്യമാവുന്നത്? ഒരു ഇരട്ട നീതി എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് ഏത് പ്രായത്തിലായിരിക്കും? നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലാസ് മുറിയിലാണോ അതോ ക്ലാസ് മുറികളിലാണ് നമ്മളതിനെ ഏറ്റവും കൂടുതൽ ജാതീയമായി വേർതിരിക്കുന്ന ഇടം. ഹിരൺദാസ് മുരളിയിൽ നിന്ന് വേടൻ എന്ന പേരിലേക്ക് അറിയപ്പെടണം എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം കൂടിയാണല്ലോ, അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഈ പേര് മതി. ഞാൻ ആ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ്, ഞാനത് തുടർന്ന് ചോദിക്കുക. വേടൻ എന്നുള്ളത് ഒരേ സമയം വല വിരിക്കാൻ പോകുന്ന ആളാണ്, അതേസമയം വേടൻ വേട്ടയാടാൻ പോകുന്ന ഒരാളാണ്. പക്ഷികളെ അമ്പെയ്ത് കൊന്നതും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പാടി കേട്ടിട്ടുള്ളത്. അപ്പോൾ വേടനിലൊരു വേട്ടക്കാരനുണ്ട് എന്ന് പറയാറുണ്ട്. വലിയ പുരാണങ്ങൾ എഴുതിയതും വേടനാണ്, അതും വേടനാണ്. അപ്പം വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. രണ്ടുമാണല്ലോ. ഇരയുമാണ്, രണ്ടുമാണല്ലോ. മനുഷ്യരങ്ങനെയാണ്.